Good morning, ma'am. Good morning. Good morning, ma'am. കേൾക്കാമോ? Yes, ma'am. കേൾക്കുന്നുണ്ടോ? Okay. Morning. Good morning. Morning. PDF കാണാലോ? PDF കാണാലോ? Okay. സ്കൂളൊക്കെ തുറന്ന് കുട്ടികളൊക്കെ പോയിരുന്നോ? സ്കൂളിൽ പോയോ? യെസ്. ഇന്നാണോ തുറന്നത്? കുറച്ചു പേർക്ക് KG സെക്ഷനൊക്കെ ഇന്നാണ് തോന്നുന്നത് ഓപ്പൺ ആയത് അല്ലേ? ഗുഡ് മോർണിംഗ് അതുല്യ. സെക്കൻഡിന് ഓപ്പൺ ആയില്ലേ? രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞു നിങ്ങളുടെ? ഭക്ഷണം കഴിച്ചോ? ഇനി മാർച്ച് വരെ ഒരു ഓട്ടോ ആയിരിക്കും അല്ലെ? മാർച്ച് മാസം കഴിയുന്നതാണ് ഇനി ഒരു ഓട്ടപ്രദക്ഷിണമാണ്. പക്ഷെ രാവിലെ തിരക്ക് കഴിഞ്ഞ പിന്നെ നിങ്ങൾ ഫ്രീ ആയില്ലേ? കുട്ടികൾ പോയി കഴിഞ്ഞാല് ഓക്കെ. ഇത്രയും ദിവസം വീട്ടിലുണ്ടായിട്ട് പെട്ടെന്ന് സ്കൂളിൽ പോയപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം തോന്നിയോ? ഉണ്ടായോ? പെട്ടെന്നൊക്കെ വീട് ഉറങ്ങിയ പോലെ ആയിട്ടുണ്ടാവും. ഇല്ല ടീച്ചറെ, എങ്ങനെയെങ്കിലും ഒന്ന് വിട്ടാ മതി എന്നായിരുന്നോ? ഇല്ല. ശരി. ഓക്കെ, നമുക്ക് തുടങ്ങാം. കുറച്ച് പേരും കൂടെ ഇത് കേറിക്കോട്ടെ. 25 ആയിട്ടുള്ളൂ. Chapter Hospital Administration, Chapter 4. തീരാറായിട്ടോ ചാപ്റ്റർ? ഓക്കെ. യെസ്, നമ്മൾ ആ ഫെസിലിറ്റി മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽസ് ആണ് ഇനി എടുക്കാനുള്ളത്. ഫെസിലിറ്റി മാനേജ്മെന്റ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്? Facilities management is daily operation necessary to ensure a physical environment supports an organization needs a core function. എന്താണ് ഫെസിലിറ്റി മാനേജ്മെന്റ്? ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള ഫിസിക്കൽ എൻവയോൺമെന്റിലെ എല്ലാ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഡെയിലി ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരു പ്രോസസ്സിംഗ് ആണ്, അല്ലെങ്കിൽ പ്രധാന പ്രവർത്തനങ്ങളാണ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഫിസിക്കൽ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട
പ്രധാന പ്രവർത്തനങ്ങളാണ് ഫെസിലിറ്റി മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫെസിലിറ്റി മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽസ് നോക്കാം. ഫെസിലിറ്റി മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽസ് ടീച്ചർ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? യെസ്. Healthcare facilities management is essential for medical facilities and to ensure service requests are provided efficiently and quickly to maintain operations without interruption. Effective hospitals and healthcare facilities are crucial to fulfill the needs of people. ഇപ്പോൾ ഹോസ്പിറ്റൽ ഫെസിലിറ്റി മാനേജ്മെന്റിന്റെ ആവശ്യകത എന്താണ്? ഹോസ്പിറ്റലിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് പ്രധാനമായും ഫെസിലിറ്റി മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നത്? പ്രധാനമായിട്ടും ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഉറപ്പുവരുത്തുക എന്നതാണ് അല്ലെ. പ്രധാനമായും എന്താണ്? മെഡിക്കൽ ഫെസിലിറ്റി ഉറപ്പുവരുത്തുക എന്നത് തന്നെയാണ് ഫെസിലിറ്റി മാനേജ്മെന്റിന്റെ മെസ്സേജ് അയച്ച് Ma'am, someone is always removing me from the class. ആരാ റിമൂവ് ചെയ്തത്? നമ്മുടെ ക്ലാസ്സിൽ ആരെങ്കിലും റിമൂവ് ചെയ്തോ? ഇയാളുടെ പേരൊന്ന് പറയാമോ? What's your name? Lexia. Lexia ഫസ്റ്റ് ടൈം ആണോ ക്ലാസ്സിൽ? No. ഇപ്പൊ ക്ലാസ് കാണാൻ പറ്റുന്നില്ല തനിക്ക്? ക്ലാസ് കാണാലോ. യെസ്. ഏത് ക്ലാസ്? ഇവിടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് വല്ലതും റിമൂവ് ചെയ്തെന്നാണോ പറയുന്നത്? ഇടയ്ക്ക് റിമൂവ് ചെയ്യാറുണ്ട്. ഓക്കെ, ഞാൻ അതിവിടെ ഓഫീസിൽ പറയാം കേട്ടോ, അതൊന്ന് ചെക്ക് ചെയ്യാൻ പറയാം, സ്റ്റാഫുകളോട് പറയാം. ഓക്കെ, ഞാൻ ഈ പേര് ആദ്യമായിട്ട് കേൾക്കുന്നതാണ് കേട്ടോ, അതുകൊണ്ടാണ് ചോദിച്ചത്. ഫസ്റ്റ് ടൈം ആണോ ക്ലാസ്സിൽ കയറുന്നത്? Yes, healthcare facilities management is essential for medical facilities and to ensure service requests are provided efficiently and quickly to maintain operations without interruption. അതായത് ഒരു ഹോസ്പിറ്റലിൽ പ്രധാനമായിട്ടും മെഡിക്കൽ ഫെസിലിറ്റീസിന്റെ ആവശ്യകത എന്താണ്? ഹോസ്പിറ്റലിലേതായ എല്ലാ പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് മെഡിക്കൽ ഫെസിലിറ്റീസ് ഉറപ്പുവരുത്തുക അല്ലെ. അതായത് എത്രത്തോളം അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇടവേളകളില്ലാത്തൊരു പ്രവർത്തനങ്ങളായിരിക്കുള്ളൂ ഫെസിലിറ്റി മാനേജ്മെന്റ് ഹോസ്പിറ്റലിൽ കൈകാര്യം ചെയ്യുന്നത്. അതായത് എല്ലാ മേഖലകളിൽ എന്ത് പ്രവർത്തിക്കുന്നുണ്ട്? ഫെസിലിറ്റി മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിന്റെ ഹോൾ ഡിപ്പാർട്ട്മെന്റ് അകത്തും പുറത്തുമായിട്ടുള്ള എല്ലാ സർവീസസിലും എന്താണ്? ഫെസിലിറ്റി മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? എല്ലാ അഭ്യർത്ഥന, എല്ലാ റിക്വസ്റ്റുകളും എല്ലാ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും കാര്യക്ഷമമായിട്ടും വേഗത്തിലും നിറവേറ്റുന്നത് ആരാണ്? ഫെസിലിറ്റി മാനേജ്മെന്റ് ആണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. മാത്രമല്ല, എഫക്റ്റീവ് ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആർ ക്രൂഷ്യൽ ടു ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് പീപ്പിൾ. പിന്നെന്താണ്? ഫലപ്രദമായിട്ടുള്ള ആശുപത്രികളിലെ ആരോഗ്യ സൗകര്യങ്ങളെ നിറവേറ്റുന്നതില് ഫെസിലിറ്റി മാനേജ്മെന്റിന്റെ റോൾ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആണ്. കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലെയും പ്രവർത്തനങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകുക, എല്ലാ ഫെസിലിറ്റീസും അവർക്ക് ഉറപ്പുവരുത്തുക, അതായത് എൻഷുർ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പം ഒരു ഹോസ്പിറ്റൽ ഫീൽഡിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു റോള് വഹിക്കുന്നത് ഫെസിലിറ്റി മാനേജ്മെന്റിന്റെ സ്റ്റാഫുകളായിരിക്കും. ഓക്കെ, യെസ്. അപ്പം ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഫെസിലിറ്റി മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. പ്രത്യേകിച്ച് മെഡിക്കൽ ഫെസിലിറ്റി ഉറപ്പുവരുത്തുക അല്ലെ. എല്ലാ മേഖലകളിലെയും മെഡിക്കൽ ഫെസിലിറ്റി ഉറപ്പുവരുത്തുക എന്നൊരു പ്രവർത്തനമാണ് ഫെസിലിറ്റി മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, യെസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഏതൊക്കെ മേഖലകളിലാണ് അവരെ പ്രവർത്തിക്കുന്നത്, എന്തൊക്കെയാണ് അവരുടെ ഡെയിലി ഡ്യൂട്ടീസ് എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പോയിന്റ്സുകൾ പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ?
അതായത് ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തന മേഖലയും ഇപ്പൊ ബിൽഡിങ്സ് അല്ലെങ്കിൽ ന്യൂ ബ്ലോക്സുകൾ അല്ലെങ്കിൽ മറ്റ് എല്ലാ ഫെസിലിറ്റീസിലും ഫെസിലിറ്റി മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ്, ഹൗ ഈസ് ഫെസിലിറ്റി മാനേജ്മെന്റ് ഡൺ ഇൻ ഹോസ്പിറ്റൽസ്? How is facility management done in hospital? എങ്ങനെയാണ് ഈ ഫെസിലിറ്റീസ് മാനേജ്മെന്റ് പ്രധാനമായിട്ട് പ്രവർത്തനങ്ങൾ ഹോസ്പിറ്റലിൽ കാഴ്ചവെക്കുന്നത്? എങ്ങനെയാണ്? This is done through machine maintenance and asset tracking features. എങ്ങനെയാണ്? മെഷീൻ മെയിൻ്റനൻസും അതോടൊപ്പം തന്നെ അസറ്റ് ട്രാക്കിംഗ് ഫീച്ചേഴ്സും ഉപയോഗിച്ചിട്ടാണ് ഫെസിലിറ്റി മാനേജ്മെന്റ് ഹോസ്പിറ്റലിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇങ്ങനെയാണ് മെഷീൻ മെയിൻ്റനൻസ്, അതായത് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സിൽ വരുന്ന എല്ലാ മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സിന്റെ മെയിൻ്റനൻസ്. ദെൻ അസറ്റ് ട്രാക്കിംഗ്. അസറ്റ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റ് ട്രാക്കിംഗ് അത് ഒരു പ്രോസസ്സാണ്, മോണിറ്ററിംഗ് പ്രോസസ്സാണ് അസറ്റ് ട്രാക്കിംഗ്. അതായത് ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ പ്രോസസ്. ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും മോണിറ്ററിംഗ് ചെയ്യാനുള്ള ഒരു മീനിങ് ആണ് അസറ്റ് ട്രാക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് എക്യുപ്മെന്റ്സ്, മെഷീനറി അല്ലെങ്കിൽ നമ്മുടെ ഇൻവെന്ററീസ്, സപ്ലൈസ് ഇതൊക്കെ ട്രാക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ അസറ്റ് ട്രാക്കിംഗ് ഫീച്ചേഴ്സ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അതായത് ഹോസ്പിറ്റലിൽ വരുന്ന ഇൻവെന്ററീസ്, സപ്ലൈസുകള് അല്ലെങ്കിൽ മെഷീൻസുകള്, വെഹിക്കിൾസ്, അതോടൊപ്പം തന്നെ മറ്റ് സോഫ്റ്റ്വെയറുകള്, മറ്റ് HASുമായി ബന്ധപ്പെട്ട് വരുന്ന സോഫ്റ്റ്വെയർ സിസ്റ്റങ്ങള്, അതൊക്കെ ട്രാക്ക് ചെയ്യാം അല്ലെങ്കിൽ അതുമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതാണ് അസറ്റ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ഫെസിലിറ്റി മാനേജ്മെന്റ് എന്തൊക്കെയാണ് ചെയ്തതെന്ന് മെഷീൻ മെയിൻ്റനൻസ് ആൻഡ് അസറ്റ് ട്രാക്കിംഗ് ഫീച്ചേഴ്സ്. ഓക്കെ, അതാണ് പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. All major equipment, facilities and assets in the hospital infrastructure are monitored through this FM software. ഇപ്പൊ ഹോസ്പിറ്റലിലെ എല്ലാത്തരം ഉപകരണങ്ങളും, എല്ലാ എക്യുപ്മെന്റ്സുകളും, എല്ലാ ഫെസിലിറ്റീസും, എല്ലാ സൗകര്യങ്ങളും, എല്ലാ അസറ്റ്സുകളും എന്താണ്, ആരാണ് മോണിറ്ററിംഗ് ചെയ്യുന്നത്? ഇൻഫ്രാസ്ട്രക്ചർ ഉൾപ്പെടെ, ഹോസ്പിറ്റലിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ FM സോഫ്റ്റ്വെയറിൽ കൂടിയാണ് ഹോസ്പിറ്റൽസ് മാനേജ് ചെയ്യുന്നത്. FM സോഫ്റ്റ്വെയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് സോഫ്റ്റ്വെയർ ആണ്? FM സോഫ്റ്റ്വെയർ എന്ന് സൂചിപ്പിക്കുന്നത് ഏതാണ്? ഫെസിലിറ്റി മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. ഓക്കെ, അതായത് ഹോസ്പിറ്റലിലെ എല്ലാ മേജർ എക്യുപ്മെന്റ്സിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിന്റെ മെയിൻ്റനൻസ്, മറ്റു ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്ത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നത് ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്? ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്? FM സോഫ്റ്റ്വെയർ. FM സോഫ്റ്റ്വെയറിന്റെ എക്സ്പാൻഷൻ എന്താണ്? ഫെസിലിറ്റി മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. അണ്ടർലൈൻ ചെയ്യാത്തത് അണ്ടർലൈൻ ചെയ്യൂ. കേൾക്കുന്നില്ലേ ടീച്ചർ പറയുന്നത്? പിള്ളേരെ കേൾക്കുന്നില്ലേ? യെസ്, ഓക്കെ. അണ്ടർലൈൻ ചെയ്തു. FM സോഫ്റ്റ്വെയർ എന്താണ് കൈകാര്യം ചെയ്യുന്നതെന്ന്. യെസ്, ഓക്കെ. എന്തൊക്കെയാണ് FM സോഫ്റ്റ്വെയർ മോണിറ്റർ ചെയ്യുന്നത്? എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്? All the major equipment, facilities and assets in the hospital infrastructure are monitored through this FM software. The healthcare facility provider keeps track of all the resources and its availability and stay prepared for any emergency. പറയുന്നത് healthcare facility provider keeps track of all the resources and its availability and stays prepared for any emergency. ഇനി നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് മറ്റെന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്? റിസോഴ്സ് അവൈലബിലിറ്റി നോക്കാൻ സാധിക്കും അല്ലെ? റിസോഴ്സ് അവൈലബിലിറ്റി നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ, ഏതൊക്കെ ഭാഗങ്ങളിലാണ് റിസോഴ്സ് ആവശ്യമായിട്ട് വേണ്ടത്, ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷൻസിൽ എന്തെല്ലാം അവൈലബിലിറ്റീസ് നമ്മൾ ഒരുക്കണം എന്നതൊക്കെ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു.
Okay, the healthcare facility provider keeps track of all the resources and its availability. എല്ലാ റിസോഴ്സുകളും ട്രാക്ക് ചെയ്യുന്ന എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്ന എവിടെയൊക്കെയാണ് റിസോഴ്സസ് ഉള്ളത്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഏതൊക്കെ റിസോഴ്സസ് എവിടെയാണെന്ന് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്, അതാണ് FM സോഫ്റ്റ്വെയർ കൊണ്ടുള്ള മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത്. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് അപ്പോൾ ഫെസിലിറ്റി മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ റിസോഴ്സസിന്റെ അവൈലബിലിറ്റി ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. മനസ്സിലായോ? അത് ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ഫെസിലിറ്റി മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നതെന്ന്? മനസ്സിലായോ പിള്ളേരെ? യെസ്. ഓക്കെ, അടുത്ത് പറയട്ടെ. ഫങ്ഷൻസ് ഓഫ് ഫെസിലിറ്റി മാനേജ്മെന്റ്. നെക്സ്റ്റ് വരുന്നത് ഫങ്ഷൻസ് ഓഫ് ഫെസിലിറ്റി മാനേജ്മെന്റ്. ഹോസ്പിറ്റൽ ഫെസിലിറ്റി മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഫങ്ഷൻസ് ആണ് അവർ കൈകാര്യം ചെയ്യുന്നത്? ഇവിടെ ബ്രീഫായിട്ട് കുറച്ച് ഫങ്ഷൻസ് മാത്രമേ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളൂ. ഇതൊന്നല്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ പറഞ്ഞിരുന്നു, കുറെ പോയിന്റ്സുകൾ പറഞ്ഞു. ഡെയിലി ഓപ്പറേഷൻസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അല്ലാതെ ഇവിടെ കുറച്ച് ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്? മെയിൻറ്റെയിനിങ് ആൻഡ് ഓപ്റ്റിമൈസിങ് ഫെസിലിറ്റീസ്. മെയിൻറ്റെയിനിങ് ആൻഡ് ഓപ്റ്റിമൈസിങ് ഫെസിലിറ്റീസ്. Then streamlining process, supporting people, managing projects, integrating technology. എന്തൊക്കെ ഫങ്ഷൻസ് ആണ് വരുന്നത്? മെയിൻറ്റെയിനിങ് ആൻഡ് ഓപ്റ്റിമൈസിങ് ഫെസിലിറ്റീസ്. എല്ലാ ഫെസിലിറ്റീസുകളും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും ആവശ്യാനുസരണത് ഒപ്റ്റിമൈസ് ചെയ്യുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ഫെസിലിറ്റി മാനേജ്മെന്റ് പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത്. എവിടെയൊക്കെയാണ് കൃത്യമായിട്ട് മെയിൻ്റെനൻസ് ആവശ്യമായിട്ട് വരുന്നത്, എവിടെയൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യണം എന്നുള്ള മേഖലകളിൽ അതിന് പ്രത്യേകമായിട്ടുള്ള രീതിയിൽ ആ പ്രവർത്തനങ്ങൾ നൽകുന്നതാണ് ഫെസിലിറ്റി മാനേജ്മെന്റ് ഫസ്റ്റ് ഓഫ് ഓൾ കൈകാര്യം ചെയ്യുന്നത്. അതായത് ഫെസിലിറ്റി മാനേജ്മെന്റ് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? എവിടെയാണോ സൗകര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് നടപ്പാക്കേണ്ടത് അത് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെ? എല്ലാ ഫെസിലിറ്റീസും എൻഷുർ ചെയ്യുക എന്നൊരു ഡ്യൂട്ടിയാണ് ഫെസിലിറ്റി മാനേജ്മെന്റ് ഹോസ്പിറ്റലിൽ പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, then next എന്താണ്? ഇന്റർഗ്രേറ്റിംഗ് ടെക്നോളജി. ഇന്റർഗ്രേറ്റിംഗ് ടെക്നോളജി സാങ്കേതിക വിദ്യയുമായിട്ട് സംയോജിപ്പിക്കുന്നു. ഓക്കെ, അതായത് ഹോസ്പിറ്റൽ എല്ലാ പ്രവർത്തനങ്ങളും ഫെസിലിറ്റി മാനേജ്മെന്റിന്റെ ഉള്ളിൽ വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും തന്നെ ടെക്നോളജി ആയിട്ട് ഇന്റർഗ്രേറ്റ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ FM സോഫ്റ്റ്വെയർ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? റിസോഴ്സസിന്റെ അവൈലബിലിറ്റി അറിയുന്നതിനും മറ്റ് ഫെസിലിറ്റീസും എക്യുപ്മെന്റ്സിനെ കുറിച്ചിട്ടും ഹോസ്പിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിലേക്കുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ FM സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടെക്നോളജിയുമായിട്ട് ഇന്റർഗ്രേറ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ഇന്റർഗ്രേറ്റിംഗ് ടെക്നോളജി എന്ന് പറയുന്നത് അതിന്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ്. അടുത്തത് എന്താണ്? മാനേജിംഗ് പ്രോജക്ട്സ്. മാനേജിംഗ് പ്രോജക്ട്സ് എന്താണ്? മാനേജിംഗ് പ്രോജക്ട്സ് എന്ന് പറയുന്നത് ഫെസിലിറ്റി മാനേജ്മെന്റുമായി റിലേറ്റഡ് ആയിട്ട് ഹോസ്പിറ്റലിൽ വരുന്ന പുതിയ ന്യൂ പ്രോജക്ട്സുകൾ, അല്ലെ? ചിലപ്പോൾ ന്യൂ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോജക്ട്സുകളെയൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നു. അതാരാണ്? ഫെസിലിറ്റി മാനേജ്മെന്റ് ആണത് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, മാനേജിങ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോജക്ട്സ്, അല്ലെ? ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന വിവിധ തരം പ്രോജക്ട് പദ്ധതികൾ ഉണ്ടായിരിക്കും, അല്ലെ? പ്രോഗ്രാംസുകൾ, അതുമായി ബന്ധപ്പെട്ട് അതൊക്കെ മാനേജ് ചെയ്യുന്നതും ഫെസിലിറ്റി മാനേജ്മെന്റ് സ്റ്റാഫുകളായിരിക്കും. ഓക്കെ, പിന്നെ സ്ട്രീം ലൈനിങ് പ്രോസസ്. സ്ട്രീം ലൈനിങ് പ്രോസസ് എന്താണ്? സ്ട്രീം ലൈനിങ് പ്രോസസ് എന്ന് പറയുന്നത് സ്ട്രീംലൈനിങ് പ്രോസസ് കേട്ടിട്ടുണ്ടാവും സെന്റൻസ്. അതായത് വർക്ക് ഫ്ലോസുകൾ, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന വർക്ക് ഫ്ലോസുകൾ, അതായത് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ഇഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും, അതായത് നമുക്ക് കൃത്യമായിട്ട് പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്ന തരത്തിലായിരിക്കണം ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ അവിടെ കൈകാര്യം ചെയ്യേണ്ടത്, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ അവിടെ നടക്കേണ്ടത്. ഓക്കെ, സ്ട്രീംലൈൻ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? അതൊരു വർക്ക് ഫ്ലോസ് ആണ്. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഇൻഎഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളോ ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനേക്ക് എന്താക്കി മാറ്റണം? നമ്മള്
ഇംപ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. അതായത് ഇപ്പൊ എവിടെയെങ്കിലും ഒരു പോരായ്മ കണ്ടു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഒരു നെഗറ്റീവ്സ് അത് കണ്ടു കഴിഞ്ഞാൽ ആ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എന്താക്കി എടുക്കണം, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻസിലേക്ക്, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻസിലേക്ക് ഇത് മാറ്റിയിരിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഫെസിലിറ്റി മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അതായത് സ്ട്രീം ലൈൻ പ്രോസസ് എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഇപ്പൊ ഒരു ഡിഫിക്കൽട്ടി കണ്ടിപ്പോ സ്റ്റാഫുകളുടെ പ്രവർത്തനങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി കാണുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും? അതിന് വേണ്ട പ്രത്യേക നിർദ്ദേശങ്ങൾ, ഡയറക്ഷൻസ് കൊടുത്തിട്ട് സ്റ്റാഫുകളെ കൃത്യമായ രീതിയിൽ അവരുടെ പ്രവർത്തനം കുറച്ചുകൂടി സജ്ജമാക്കും. അപ്പൊ എന്താണ്, നമുക്ക് ഇംപ്രൂവ് സർവീസ് ക്വാളിറ്റി കൂട്ടാൻ സാധിക്കും. സ്റ്റാഫുകളുടെ പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും അത് മോശമായിട്ട് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻഎഫിഷ്യന്റ് ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് കുറച്ചുകൂടി സർവീസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നല്ല രീതിയിലുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ ഹോസ്പിറ്റലിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ബെറ്റർ റിസോഴ്സ് അലോക്കേഷൻ. സ്ട്രീം ലൈൻ പ്രോസസ്സിലൂടെ എവിടെയാണ് റിസോഴ്സസ് കൃത്യമായിട്ട് അവൈലബിൾ ആവേണ്ടത് എന്ന് കൃത്യമായി ചെക്ക് ചെയ്തുകൊണ്ട് റിസോഴ്സസ് അവൈലബിലിറ്റി കുറവുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ആവശ്യാനുസരണം റിസോഴ്സസ് ഈ ഫെസിലിറ്റി മാനേജ്മെന്റ് സെർച്ച് ചെയ്യുന്നതിലൂടെ. ഫെസിലിറ്റി മാനേജ്മെന്റ് പ്രധാന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്, എവിടെയൊക്കെ റിസോഴ്സസ് അവൈലബിലിറ്റി കുറവുണ്ട് അതിനനുസരിച്ച് റിസോഴ്സസ് അവൈലബിൾ ആക്കി കൊടുക്കുക. ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സസിനെ എഫിഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സസുകളാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഫെസിലിറ്റി മാനേജ്മെന്റ് മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത്. പിന്നെ അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ്, പ്രൊഡക്ടിവിറ്റി കൂടും അല്ലെ ഹോസ്പിറ്റലില്. പ്രൊഡക്ടിവിറ്റി കൂടുകയും അതുപോലെ എന്താണ്, എഫിഷ്യൻസി കൂടുകയും എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കുമല്ലോ ഹോസ്പിറ്റലില് നടക്കുന്നത്. ഓക്കെ, അപ്പൊ സ്ട്രീം ലൈൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇംപ്രൂവിംഗ് പ്രൊഡക്ടിവിറ്റി ആണ്. സ്ട്രീം ലൈൻ പ്രോസസ് എന്ന് പറയുന്നത് ഒപ്റ്റിമൈസിങ് വർക്ക് ഫ്ലോസ് കൃത്യമായിട്ട് എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഒപ്റ്റിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഎഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അതിലേക്ക് കൃത്യമായ രീതിയിൽ നികത്തിക്കൊണ്ട്, ഇൻഎഫിഷ്യൻസീസ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണത്, ഇവരെന്താ ചെയ്യുന്നത്, ഇൻഎഫിഷ്യൻസീസ് കാണുന്ന സ്ഥലങ്ങളിൽ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് കൊടുത്തിട്ട് അവിടെ ആ ഒരു പ്ലേസ് എന്ത് ചെയ്യും, ഇംപ്രൂവ് ചെയ്യിപ്പിക്കും. ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്നതിനനുസരിച്ച് എന്താണ് അവിടെ പ്രൊഡക്ടിവിറ്റി കൂടുകയും അതുപോലെ തന്നെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുകയും ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് സ്ട്രീം ലൈൻ പ്രോസസ്. ഓക്കെ, മനസ്സിലായോ? അത് സ്ട്രീം ലൈൻ പ്രോസസ് എന്താണെന്ന്? മനസ്സിലായോ? എന്താ ഉണ്ടായിരിക്കുന്നേ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യില്ലേ ടീച്ചർ വിചാരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സപ്പോർട്ടിംഗ് പീപ്പിൾ. ഫെസിലിറ്റി മാനേജ്മെന്റ് മറ്റൊരു ഫംഗ്ഷൻ ആണ് സപ്പോർട്ടിംഗ് പീപ്പിൾ. എന്താണ് സപ്പോർട്ടിംഗ് പീപ്പിൾ എന്ന് പറയുന്നത്? സപ്പോർട്ടിംഗ് പീപ്പിൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ സ്റ്റാഫുകളെയും പിന്തുണയ്ക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി കൂടി ഫെസിലിറ്റി മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്. പേഷ്യൻസ് ഉൾപ്പെടെ, അതായത് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ അല്ലെങ്കിൽ എല്ലാ സ്റ്റാഫുകളും പേഷ്യൻസ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തകരും, ഹോസ്പിറ്റലിൽ ഉൾപ്പെടുന്ന എല്ലാ ആൾക്കാരെയും എന്താണ് നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഫംഗ്ഷൻ കൂടി ഫെസിലിറ്റി മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്, അതായത് അവർക്ക് എന്തൊക്കെ ആവശ്യകതകൾ ഉണ്ട് അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രധാന ഫംഗ്ഷൻ ആണ് എന്ത്, ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ഇപ്പൊ എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് ഫെസിലിറ്റി മാനേജ്മെന്റിന്റേത്? ഫസ്റ്റ് വൺ, മെയിൻറ്റെയിനിങ് ആൻഡ് ഒപ്റ്റിമൈസിങ് ഫെസിലിറ്റീസ്. മെയിൻറ്റെയിനിങ് ആൻഡ് ഒപ്റ്റിമൈസിങ് ഫെസിലിറ്റീസ് ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എല്ലാ ഫീൽഡിലെ എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുക, അതിനെ ഒപ്റ്റിമൈസ് ചെയ്യുക, എല്ലാ ഫെസിലിറ്റീസും എല്ലാ സൗകര്യങ്ങളും എന്താണ് ആവശ്യാനുസരണം മെയിൻറ്റെയിൻ ചെയ്യുക, അതിനെ കൃത്യമായ രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്ത് കൊടുക്കുകയാണ് അതിന്റെ ആദ്യ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് എന്താണ്, ഇന്റർഗ്രേറ്റിംഗ് ടെക്നോളജി, സാങ്കേതിക വിദ്യയുമായിട്ട് സംയോജിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു അല്ലെ. ഇപ്പൊ ഫെസിലിറ്റി മാനേജ്മെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അസിസ്റ്റഡ് ആയിട്ടാണ് അവര് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ദെൻ മാനേജിംഗ് പ്രൊജക്ട്സ്, എന്താണ് ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രൊജക്ട്സുകളും കൈകാര്യം ചെയ്യുന്നു. Then streamline process.
ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വർക്ക് ഫ്ലോസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള എഫിഷ്യൻസീസ് കാണുന്ന സ്ഥലങ്ങളിലെ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് ഒക്കെ കൊടുത്ത് ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഫെസിലിറ്റി മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. സപ്പോർട്ടിംഗ് പീപ്പിൾ എന്താണ്? എല്ലാ ജനങ്ങളെയും ഹോസ്പിറ്റലിൽ ഉൾപ്പെടുന്ന അകത്തും പുറത്തും ഉൾപ്പെടുന്ന എല്ലാ പീപ്പിൾസിനെയും ഒരേപോലെ തന്നെ പിന്തുണയ്ക്കുന്ന പ്രവർത്തനവും ഫെസിലിറ്റി മാനേജ്മെന്റ് നടത്തുന്നുണ്ട്. അതായത് എല്ലാ പീപ്പിൾസിനും എന്തൊക്കെ ആവശ്യകതകളുണ്ട് അതിനനുസരിച്ചായിരിക്കും ഫെസിലിറ്റി മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഫങ്ഷൻസ് ഓഫ് ഫെസിലിറ്റി മാനേജ്മെന്റ് എന്താണെന്ന് ആ പേരുകൾ ഹെഡ്ലൈൻസുകൾ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ക്ലാസ് ഓൺ ചെയ്തിട്ട് എവിടെയെങ്കിലും പോയിരിക്കുകയാണോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നതാണോ? പിന്നെ എന്താ പിള്ളേരെ ഒന്ന് റെസ്പോണ്ട് ചെയ്യാത്തെ? നല്ല ഉഷാറായിട്ടിരിക്കും കേട്ടോ. യെസ്, നെക്സ്റ്റ് വരുന്നത് ഫെസിലിറ്റി മാനേജ്മെന്റ് സേഫ്റ്റി. അല്ലെങ്കിൽ ടീച്ചർ പറയുന്നത് കേൾക്കാനിട്ടാണോ എന്ന് എനിക്കറിയില്ലല്ലോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഫെസിലിറ്റി മാനേജ്മെന്റ് സേഫ്റ്റി. Efficient safety management is a crucial part of facility management as it helps to protect everyone that uses facility from hazards. ഇനി ഫെസിലിറ്റി മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന അടുത്ത മേഖല എന്ന് പറയുന്നത് സേഫ്റ്റി ആണ്, അല്ലെ? നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിന്റെ എല്ലാ ഭാഗങ്ങളിലെയും എല്ലാ മാനേജിങ്ങും കൈകാര്യം ചെയ്യുന്നത് ഫെസിലിറ്റി മാനേജ്മെന്റ് തന്നെയാണ്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് സേഫ്റ്റി. ഹോസ്പിറ്റലിലെ സുരക്ഷിതത്വം ഉറപ്പാക്കുക. എന്തിൽ നിന്നൊക്കെയാണ് നമ്മൾ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത്? Help to protect everyone that uses facility from hazards. ഏതെങ്കിലും തരത്തിലുള്ള അപകട സാഹചര്യങ്ങൾ, അല്ലെ? ഹോസ്പിറ്റലിൽ ഉണ്ടാവും ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, യെസ്. അപ്പോ അത്തരത്തില് ഹസാർഡ് എന്ന് വെച്ചാൽ അപകടകരമായിട്ടുള്ള എന്തെങ്കിലും സാധ്യതകൾ അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവുന്ന സമയത്തും എന്താണ് ഫെസിലിറ്റി മാനേജ്മെന്റ് അവിടെ എല്ലാ ഫെസിലിറ്റീസും ഒരുക്കിയിട്ടുണ്ടായിരിക്കും. എഫിഷ്യന്റ് സേഫ്റ്റി മാനേജ്മെന്റ് ഹോസ്പിറ്റൽ സംബന്ധമായി സുരക്ഷാ നടപടികൾ ഉറപ്പുവരുത്തുന്നതിൽ ഫെസിലിറ്റി മാനേജ്മെന്റ് നല്ലൊരു പങ്കാണ് വഹിക്കുന്നത്. ഓക്കെ, യെസ്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഹസാഡസ് എന്ന് പറയുന്നത് അപകടമായിട്ടുള്ള സിറ്റുവേഷൻസ് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം, അല്ലെ? നമുക്കത് പ്രഡിക്റ്റബിൾ അല്ല, അത് പ്രവചിക്കാൻ സാധിക്കില്ല. എപ്പോഴാണ് ഒരു ഡിഫിക്കൽട്ട് കണ്ടീഷൻ ഉണ്ടാവുന്നത്, ഇപ്പോൾ ഡിസാസ്റ്റർ പോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ എപ്പോഴാണ് ഉണ്ടാവുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ആ ഒരു സമയത്ത് ഹോസ്പിറ്റൽ എല്ലാ സ്റ്റാഫുകളുടെയും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഉൾപ്പെടെ ബിൽഡിംഗ്സിന്റെ മെയിൻ്റനൻസ് ഉൾപ്പെടെ എന്താണ് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളതും ഫെസിലിറ്റി മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന മറ്റൊരു പ്രവർത്തനം കൂടിയാണ്. അപ്പോൾ അവർ കൈകാര്യം ചെയ്യുന്നതിൽ ഇതും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു നിർണായകമായിട്ടുള്ള ഒരു പ്രവർത്തനവുമാണ് എന്ത് സേഫ്റ്റി മാനേജ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, yes, efficient safety management is a crucial part of facility management. അപ്പോൾ ഫെസിലിറ്റി മാനേജ്മെന്റ് ഡിഫിക്കൽട്ട് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന മറ്റൊരു മേഖലയാണ് ഹോസ്പിറ്റലിലെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത്. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലെ? ഒരേപോലെ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സുകൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അതിനാവശ്യമായിട്ടുള്ള സ്റ്റാഫുകൾ വേണം, എക്യുപ്മെന്റ്സുകൾ വേണം, ടെക്നോളജീസ് ഒക്കെ അവൈലബിൾ ആക്കേണ്ടി വരും. അപ്പൊ ആ ഒരു സാഹചര്യമാണ് ഫെസിലിറ്റി മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് സേഫ്റ്റി കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എന്തെങ്കിലും അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഹോസ്പിറ്റലിലെയും അതേപോലെ തന്നെ മറ്റ് ഹോസ്പിറ്റൽ പ്രവർത്തകരെയും സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഫെസിലിറ്റി മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന ഒരു നിർണായക പ്രവർത്തനമാണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെ ഹെൽത്ത് ഫെസിലിറ്റീസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സിലൊക്കെയാണ് അവർക്ക് കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വരുന്നത് നോക്കാം. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇമ്പോർട്ടന്റ് ഇൻ ഫെസിലിറ്റീസ് മാനേജ്മെന്റ്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇമ്പോർട്ടന്റ് in facility management. Conducting effective health and safety risk assessment are necessary for adequately identifying hazardous or areas of risk, reducing the hazard of risk, putting in place appropriate safety measures and procedures, and informing and training staff in those measures.
നമ്മൾക്കറിയാം ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ മേഖലകളിൽ നിന്നും പലതരത്തിലുള്ള ഹസാർഡ്സ് അപകടമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെ, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് അപകട സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്താണ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഇവര് വിലയിരുത്തി ഫെസിലിറ്റി മാനേജ്മെന്റ് അത് വിലയിരുത്തി അസസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് അപകടകരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുന്നത്, എവിടെയാണ് റിസ്ക് വരുന്നത്, പീപ്പിൾസിന് ഒരേപോലെ തന്നെ ഹോസ്പിറ്റലിൽ എവിടെയാണ് റിസ്ക് വരുന്നത്, ഏതൊക്കെ മേഖലകളിലാണ് പ്രധാനമായിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് അവർ അസസ് ചെയ്യുന്നു. ഇത് അസസ് ചെയ്തതിനു ശേഷം റിസ്ക് ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. റിമൂവിംഗ് ഓർ റെഡ്യൂസിംഗ് ദ ഹസാർഡ് ഓർ റിസ്ക്. എവിടെയെങ്കിലും അപകടമായിട്ടുള്ള സിറ്റുവേഷൻസ് കണ്ടു കഴിഞ്ഞാൽ ഇവർ അസസ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യും, ആ റിസ്ക് ഒഴിവാക്കിയതിനു ശേഷം അവിടെ ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് അവരവിടെ ഒരുക്കി. ഇത് തന്നെയാണ് പ്രധാനമായും ഫെസിലിറ്റീസ് മാനേജ്മെന്റ് നടപ്പിലാക്കുന്നത്. ഓക്കെ, ദെൻ പുട്ടിംഗ് ഇൻ എ പ്ലേസ് അപ്രോപ്രിയേറ്റ് സേഫ്റ്റി മെഷേഴ്സ്. ആ റിസ്ക് ഒഴിവാക്കുക മാത്രമല്ല ചെയ്യുന്നത്, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പുട്ടിംഗ് ഇൻ എ പ്ലേസ് ഓഫ് അപ്രോപ്രിയേറ്റ് സേഫ്റ്റി മെഷേഴ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ആ റിസ്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് റിസ്ക് ഒഴിവാക്കിയതിനു ശേഷം അവിടെ സേഫ്റ്റി മെഷേഴ്സുകൾ, ആ സിറ്റുവേഷനുമായി യോജിക്കുന്ന തരത്തിലുള്ള സേഫ്റ്റി മെഷേഴ്സുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സുകൾ അല്ലെങ്കിൽ സ്റ്റാഫുകൾക്ക് കൃത്യമായിട്ടുള്ള റിസ്ക് മാനേജ് ചെയ്യുന്ന തരത്തിലുള്ള ട്രെയിനിങ് പരിശീലനങ്ങൾ കൃത്യമായി കൊടുക്കുന്നത് വഴി ആ ഒരു ഭാഗം എന്താണ് ക്ലിയർ ചെയ്യപ്പെടുന്നു. ഓക്കെ, എവിടെയെങ്കിലും ഹോസ്പിറ്റൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും റിസ്കുകളോ അല്ലെങ്കിൽ ഹസാർഡസുകളോ ഉണ്ടെങ്കിൽ ഇവരത് അസസ് ചെയ്യും. കൃത്യമായിട്ട് അത് വിലയിരുത്തിയതിനു ശേഷം ആ റിസ്ക് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സേഫ്റ്റി മെഷേഴ്സ് സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ എന്താണ് അതിനുവേണ്ട പ്രൊസീജിയേഴ്സുകൾ എന്തൊക്കെയാണ്, സ്റ്റാഫുകൾക്ക് എത്തരത്തിലുള്ള സേഫ്റ്റി മെഷേഴ്സുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ട്രെയിനിങ്ങുകൾ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതുമാരാണ് ഫെസിലിറ്റി മാനേജ്മെന്റ് ആണ്. ഓക്കെ, ഹോസ്പിറ്റലിലെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതില്. ഓക്കെ, യെസ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു യെസ് എന്തൊക്കെ റിസ്കുകളായിരിക്കും പ്രധാനമായിട്ടും ഹോസ്പിറ്റലിൽ വരുന്നത്, അല്ലെങ്കിൽ ഒരു ഹസാർഡസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എന്നൊക്കെ പറഞ്ഞ ഏതായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഡിപ്ലോമയില് 2-3 സിറ്റുവേഷൻസ് പഠിച്ചിട്ടുണ്ട്. ഒന്ന് സ്പില്ലേജ് വേസ്റ്റസ്, ബയോമെഡിക്കൽ വേസ്റ്റസ്, ഹസാർഡസ് വേസ്റ്റസുകള്, പിന്നെ ഡിസാസ്റ്റർ സിറ്റുവേഷൻസ് അല്ലെ. ചില ഡിസാസ്റ്റർ സിറ്റുവേഷൻസിൽ ഹോസ്പിറ്റലില് ഓവറായിട്ടുള്ള പേഷ്യൻസിന്റെ ഓവർഫ്ലോ ഉണ്ടാകുമ്പോൾ അല്ലെ നമുക്ക് എണ്ണത്തിലധികം അല്ലെങ്കിൽ എന്താ പറയാ പേഷ്യൻസിന്റെ എണ്ണം അറ്റമിട്ട രീതിയിലായിരിക്കും ഡിസാസ്റ്റർ ടൈമിൽ ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസ് ഉണ്ടാവും. ആ ഒരു സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ, അപ്പൊ ഡിസാസ്റ്റർ സിറ്റുവേഷൻ, ബോംബ് ബ്ലാസ്റ്റിംഗ്, പിന്നെ സ്പില്ലേജ് വേസ്റ്റസ്, ഹസാർഡസ് വേസ്റ്റസ്, ബയോമെഡിക്കൽ വേസ്റ്റസ്, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻസ്, ഇതൊക്കെ ഒരു സമയത്തൊക്കെയാണ് പ്രധാനമായിട്ടും ഹോസ്പിറ്റലിലെ സുരക്ഷിതത്വം ഇല്ലാതാകുന്ന സിറ്റുവേഷൻസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ഫയർ അല്ലെ, ഫയർ, യെസ്, വെരി ഗുഡ്. അതാണ് ടീച്ചർ നമുക്ക് ഡിസാസ്റ്റർ എന്ന് സൂചിപ്പിച്ചത് കേട്ടോ. ഓക്കെ, അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ എവിടെയൊക്കെയാണ് റിസ്ക് ഉള്ളതെന്ന് കൃത്യമായി അസസ് ചെയ്തതിനു ശേഷം അവിടെ ആവശ്യമായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് പ്രൊവൈഡ് ചെയ്യുക, പ്രത്യേകമായിട്ട് സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഫെസിലിറ്റി മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? അത് മനസ്സിലായോ? ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇമ്പോർട്ടന്റ് ഇൻ ഫെസിലിറ്റീസ് മാനേജ്മെന്റ്. എന്തുകൊണ്ടാണ് ഫെസിലിറ്റി മാനേജ്മെന്റിന്റെ ഹോസ്പിറ്റലിലെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ഇത്രയും പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത്? ഓക്കെ, യെസ്, ക്ലിയർ ആണോ? ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ പിള്ളേരെ? യെസ്. Then next വരുന്നത് personal responsible for facility and safety. Personal responsible for facility and safety. ഫെസിലിറ്റി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ പേഴ്സൺസ് അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റാഫുകളാണ് പ്രധാനമായിട്ട് ഈ മേഖല കൈകാര്യം ചെയ്യുന്നത്? ആരൊക്കെയാണ്? ഡയറക്ടർ, റിസ്ക് മാനേജർ, HR എക്സിക്യൂട്ടീവ് അതായത് ഹ്യൂമൻ റിസോഴ്സ് എക്സിക്യൂട്ടീവ്, എഞ്ചിനീയർ, സെക്യൂരിറ്റി ഇൻചാർജ്. ഓക്കെ, ഇവിടെ പേഴ്സണൽ ഉദ്ദേശിക്കുന്നത് സ്റ്റാഫുകളെയാണ് അല്ലെ. പേഴ്സണൽ റെസ്പോൺസിബിൾ ഫോർ ഫെസിലിറ്റി ആൻഡ് സേഫ്റ്റി. ഹോസ്പിറ്റലിലെ ഫെസിലിറ്റി ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട പേഴ്സണൽസുകൾ ആരൊക്കെയാണ്? ഡയറക്ടർ,
റിസ്ക് മാനേജർ, ഹ്യൂമൻ റിസോഴ്സ് എക്സിക്യൂട്ടീവ്, എഞ്ചിനീയർ, സെക്യൂരിറ്റി ഇൻചാർജ്. ഇവരാണ് പ്രധാനമായിട്ടും എല്ലാ ഫെസിലിറ്റിയും സേഫ്റ്റി മെഷേഴ്സുകളും അല്ലെങ്കിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്ന ഹെഡ്സ് എന്ന് പറയുന്നത്, പ്രധാന പേഴ്സണൽസ് എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ, അണ്ടർലൈൻ ചെയ്യണേ. ഓക്കെ, യെസ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇൻഡസ്ട്രിയൽ ഹൈജീൻ. ഇൻഡസ്ട്രിയൽ ഹൈജീൻ എല്ലാ ഫെസിലിറ്റി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന സേഫ്റ്റി മെഷേഴ്സിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇൻഡസ്ട്രിയൽ ഹൈജീൻ എന്താണ്? ഇൻഡസ്ട്രിയൽ ഹൈജീൻ എന്ന് പറയുന്നത് നമ്മൾ മെന്റൽ ഹൈജീൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇൻഡസ്ട്രിയൽ ഹൈജീൻ എന്ന് പറയുമ്പോൾ എന്തുമായിട്ടായിരിക്കും ബന്ധപ്പെട്ട് വരുന്നത്? എന്തുമായിട്ടായിരിക്കാം? ഇത് നമ്മൾ ഹോസ്പിറ്റൽ സിറ്റുവേഷൻ ആയിട്ട് കണക്ട് ചെയ്യണം കേട്ടോ. ഇവിടെ ഇൻഡസ്ട്രിയൽ ഉദ്ദേശിപ്പിക്കുന്നത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ. യെസ്, industrial hygiene is a science that industrial hygiene is a science of anticipating, recognizing, evaluating and controlling workplace conditions that may cause workers injury or illness. Industrial hygiene is use environmental monitoring and analytical methods to detect the extent of worker exposure and employ engineering, work practice controls and other methods to control the potential health hazards. So എന്താണ് ഇൻഡസ്ട്രിയൽ ഹൈജീൻ എന്ന് പറയുന്നത്? അതൊരു ശാസ്ത്രമാണെന്ന് പറയുന്നത് അല്ലെ. ഇൻഡസ്ട്രിയൽ ഹൈജീൻ ഇസ് എ സയൻസ് ഓഫ് ആന്റിസിപ്പേറ്റിംഗ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻഡസ്ട്രിയൽ ഹൈജീനിൽ നമ്മൾ നോക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ്? anticipating, recognizing, evaluating and controlling workplace condition. ഒരു ഹോസ്പിറ്റലിലെ വർക്ക് പ്ലേസ് ഉദ്ദേശിക്കുന്ന അവർ പ്രവർത്തിക്കുന്ന സ്ഥലം അല്ലെ, വർക്കേഴ്സ് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളില് എങ്ങനെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്, അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഹസാർഡസ് ഉണ്ടോ, ഇഞ്ചുറീസ് ഉണ്ടോ, ഇൽനെസ് ഉണ്ടോ. അതായത് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു പ്രവർത്തനം നടക്കുന്ന ഒരു മേഖലയാണ്. അവിടെ കുറെ സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അവര് വർക്ക് ചെയ്യുന്ന ആ ഒരു എൻവയോൺമെന്റ്, ആ ഒരു ചുറ്റുപാട്, അതായത് വർക്കിംഗ് കണ്ടീഷൻസ്, അവർ പ്രവർത്തിക്കുന്ന ആ മേഖലയിൽ എന്തെങ്കിലും തരത്തിലുള്ള റിസ്കുകളോ ഹസാർഡസോ അല്ലെങ്കിൽ ഇഞ്ചുറീസോ ഇൽനെസ്സോ ഇതൊക്കെ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിരീക്ഷിക്കുന്ന ഒരു പ്രോസസ് ആണെന്ന് ഇൻഡസ്ട്രിയൽ ഹൈജീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാരാണ് നിരീക്ഷിക്കുന്നത്? ഇതാരാണ് ഒബ്സർവ് ചെയ്യുന്നത്? ഇൻഡസ്ട്രിയൽ ഹൈജീനിസ്റ്റുകളാണ്. ഇൻഡസ്ട്രിയൽ ഹൈജീനിസ്റ്റുകളാണ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പരിസ്ഥിതിയെ അവലോകനം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇൻഡസ്ട്രിയൽ ഹൈജീൻ എന്ന് പറയുന്നത്? അതൊരു സയൻസ് ആണ് അല്ലെ. ഇൻഡസ്ട്രിയൽ ഹൈജീൻ ഇസ് ആൾസോ നോൺ ആസ്, നമുക്ക് ഒക്യുപേഷണൽ ഹൈജീനും വേണമെങ്കിൽ ഇതിനെ പറയാം കേട്ടോ. അവിടെ ഒന്ന് എഴുതി വെച്ചോളൂ, ഒക്യുപേഷണൽ ഹൈജീൻ. Occupational hygiene. Occupational, OCCUPATIONAL. Occupational hygiene. അത് ഇൻഡസ്ട്രിയൽ ഹൈജീൻ നമ്മൾ മറ്റൊരു തരത്തിൽ പറയുന്നതാണ് എന്താ? ഒക്യുപേഷണൽ ഹൈജീൻ എന്ന് പറയുന്നത്. എന്താണ് ഇൻഡസ്ട്രിയൽ ഹൈജീൻ അല്ലെങ്കിൽ ഒക്യുപേഷണൽ ഹൈജീൻ എന്ന് പറയുന്നത്? ഇതൊരു സയൻസ് ആണ്. It's a science of anticipating, recognizing, evaluating and controlling workplace conditions that may cause workers injury or illness. വർക്ക് പ്ലേസിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ആ വർക്കിംഗ് കണ്ടീഷൻസിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകടനിലകളോ ഇഞ്ചുറീസോ ഇൽനെസ്സോ എന്നിവ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഇൻഡസ്ട്രിയൽ ഹൈജീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാരാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഇൻഡസ്ട്രിയൽ ഹൈജീൻ ആരാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഇൻഡസ്ട്രിയൽ ഹൈജീനിസ്റ്റുകളാണ്. ഇൻഡസ്ട്രിയൽ ഹൈജീനിസ്റ്റുകളാണ് ആ ഒരു ചുറ്റുപാട് അവലോകനം ചെയ്യുന്നത്. എങ്ങനെയാണിത് ഇൻഡസ്ട്രിയൽ ഹൈജീൻ അവർ കണ്ടെത്തുന്നത്? അതായത് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ, ഹോസ്പിറ്റലിലെ വർക്ക് ഫ്ലോസ് അല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ് മോണിറ്റർ ചെയ്യും അല്ലെ. അതായത് ആ എൻവയോൺമെന്റിൽ ആ ചുറ്റുപാട് എങ്ങനെയാണെന്ന് അവർ കൃത്യമായിട്ട് മോണിറ്ററിങ് ചെയ്യും. ആൻഡ് അനലിറ്റിക്കൽ മെത്തേഡ്സ് ടു അനലറ്റിക്കൽ ആയിട്ടുള്ള മെത്തേഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് എവിടെയാണ് പ്രോബ്ലം ഉള്ളതെന്ന് ഡിറ്റക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അത് കണ്ടെത്തുന്നു. കൃത്യമായിട്ട് മോണിറ്ററിങ്ങിലൂടെയും അതുപോലെ തന്നെ അനലറ്റിക്കൽ മെത്തേഡ്സുകളും ഉപയോഗിച്ചുകൊണ്ട്. അനലറ്റിക്കൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്?
Analytical methods. What is analytical method? കേട്ടിട്ടുണ്ടോ? എവിടെയോ പഠിച്ചിട്ടുണ്ടല്ലോ നിങ്ങളത്. പറയൂ. അതായത് വർക്ക് ഫോഴ്സിൽ അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു പ്രോബ്ലം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് അവിടെ പ്രോബ്ലം എന്താണെന്ന് ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടി, അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, വിശകലനമാണോ? യെസ്, നിർവചനമാണോ അനലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്? യെസ്, അതായത് ഡാറ്റ പ്രോസസ്സിലൂടെ, അതായത് വിവിധ തരത്തിലുള്ള ഡാറ്റാസുകൾ കണക്ട് ചെയ്തുകൊണ്ട്, ഡാറ്റാസ് കളക്ട് ചെയ്തുകൊണ്ടിട്ടാണ് എവിടെയാണ് അനലിറ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ വർക്ക് പ്ലേസിന്റെ ഡാറ്റാസ് കളക്ട് ചെയ്യും അല്ല, അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് എവിടെയാണ് പ്രോബ്ലം എന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഡിറ്റക്ട് ചെയ്തതിന് ശേഷം എന്താണ്, വർക്കേഴ്സിന്റെ എക്സ്പോഷർ കുറയ്ക്കുന്ന തരത്തിലുള്ള പ്രാക്ടീസസുകൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ അവിടെ നമ്മൾ, അല്ലെങ്കിൽ അതിന്റെ മെത്തേഡ്സുകൾ അവിടെ കുറച്ച് നടപ്പിലാക്കിക്കൊണ്ട് അവിടുത്തെ ഹെൽത്ത് ഹസാർഡസ് കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. ഓക്കെ, അപ്പൊ ഇൻഡസ്ട്രിയൽ ഹൈജീനിസ്റ്റുകൾ എന്താണ് ചെയ്യുന്നത്? ആ ഒരു ഇൻഡസ്ട്രിയൽ പ്ലേസസ് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യും, പ്രത്യേകമായിട്ട് മോണിറ്ററിംഗ് ചെയ്ത്, അല്ലെങ്കിൽ അനലറ്റിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ചില്ലെങ്കിൽ എന്താ, ഡാറ്റ കൃത്യമായിട്ട് അവിടുത്തെ ഡാറ്റാസ് കളക്ട് ചെയ്തുകൊണ്ട് എവിടെയാണ് വർക്കേഴ്സിന് അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻസിൽ പ്രോബ്ലം ഉള്ളതെന്ന് ഡിറ്റക്ട് ചെയ്തതിനു ശേഷം എന്താണ്, വർക്കേഴ്സിന് എക്സ്പോഷർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള പ്രാക്ടീസസുകൾ കൊടുക്കുന്നു അല്ലെ, നല്ല രീതിയിലുള്ള പരിശീലനങ്ങൾ അല്ലെങ്കിൽ നല്ല മെത്തേഡ്സുകൾ അല്ലെങ്കിൽ അതർ മെത്തേഡ്സ് ടു കൺട്രോൾ ദ പൊട്ടൻഷ്യൽ ഹെൽത്ത് ഹസാർഡ്സ്, അപകടകരമായിട്ടുള്ള സിറ്റുവേഷൻസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് ഇൻഡസ്ട്രിയൽ ഹൈജീനിസ്റ്റുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് വഴി ആ ഒരു പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുന്നു. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വർക്ക് ചെയ്യുന്ന കണ്ടീഷൻസ് നമ്മൾ സ്റ്റാഫുകളുടെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ മാത്രമല്ല, എന്താണ് ഒരു അവിടുത്തെ ചുറ്റുപാട്, ഒരു നമ്മൾ പ്രവർത്തിക്കുന്ന വർക്കിംഗ് കണ്ടീഷൻ കൂടി അല്ലെങ്കിൽ വർക്ക് കണ്ടീഷൻ കൂടി എങ്ങനെയായിരിക്കണം, ബെറ്റർ ആയിരിക്കണം അല്ലെ. അപ്പൊ നമുക്ക് അവിടെ യാതൊരു തരത്തിലുള്ള റിസ്കുകളോ അല്ലെങ്കിൽ മറ്റ് അപകട സാധ്യതകളോ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. അത്തരം സാധ്യതകൾ ഉണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ഹൈജീനിസ്റ്റുകൾ അത്തരത്തിലുള്ള നമ്മുടെ ആ ചുറ്റുപാട് കൃത്യമായിട്ട് അസസ് ചെയ്യുന്നത്. ഓക്കെ, എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഡിറ്റക്ട് അല്ലെങ്കിൽ കാരണങ്ങൾ ഡിറ്റക്ട് ചെയ്ത് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്യും. ഓക്കെ, യെസ്. പ്രധാനമായിട്ട് എന്തൊക്കെ റിസ്കുകളായിരിക്കും ഇൻഡസ്ട്രിയൽ ഹൈജീനുമായിട്ട് വരുന്നത്? എന്തൊക്കെ റിസ്കുകൾ വരാൻ സാധിക്കും? ഒരു ഹോസ്പിറ്റൽ പരിസരത്ത്, ഒരു ഹോസ്പിറ്റൽ സംബന്ധമായിട്ട് നമുക്ക് എന്തൊക്കെ റിസ്കുകൾ പറയാൻ പറ്റും? പറഞ്ഞ മറ്റ് സ്പില്ലേജ് മാത്രമല്ല, അല്ലാതെ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ഹസാർഡ്സ്? കെമിക്കൽ ഹസാർഡ്സുകൾ വരാനുള്ള സാധ്യത ഉണ്ട് അല്ലെ, കെമിക്കൽ ഹസാർഡ്സുകൾ, ഫിസിക്കൽ ആയിട്ടുള്ള അല്ലെ, ഫിസിക്കൽ ഹസാർഡ്സുകൾ, ഇൻഫെക്ഷൻസ്, ബയോളജിക്കൽ ആയിട്ടുള്ള റിസ്കുകള്, യെസ്, നോസോകോമിയൽ ഇൻഫെക്ഷൻസ്, അങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒരു വർക്ക് കണ്ടീഷനുമായി ബന്ധപ്പെട്ട് വന്നെന്നിരിക്കും. ഓക്കെ, അപ്പൊ അവർ ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഹൈജീനിസ്റ്റുകൾ അത് ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, എവിടെയാണ് ഒരു മോശം കണ്ടീഷൻസ് എന്ന് അവർക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ കെമിക്കൽ കാര്യങ്ങൾ റീഡ് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പൊ ലബോറട്ടറി ബേസിസ് ഒക്കെ ആയിട്ട് നമുക്ക് പറയാം, ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ കുറച്ചും കൂടി ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാം. ഓക്കെ, അപ്പൊ അവിടെ എന്തെങ്കിലും നെഗറ്റീവ് മെഷേഴ്സ് കാണുകയാണെങ്കിൽ, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് ഡിറ്റക്ട് ചെയ്തതിനു ശേഷം അവിടെ പെട്ടെന്ന് തന്നെ സേഫ്റ്റി ആയിട്ടുള്ള മെഷേഴ്സുകളും പ്രൊസീജിയേഴ്സും അവിടെ നടപ്പിലാക്കും. അതുവഴി എന്താണ്, ഇൻഡസ്ട്രിയൽ ഹൈജീൻ അവിടെ പൂർത്തീകരിക്കുകയാണ്. ഓക്കെ, അതേപോലെ ഓരോ മേഖലകളിലും എവിടെയാണോ ഇൻഎഫിഷ്യൻസി കാണിക്കുന്നത് അല്ലെങ്കിൽ പ്രോബ്ലംസ് കാണിക്കുന്നത് അവിടെയൊക്കെ എന്താണ്, കൃത്യമായ രീതിയിലുള്ള സേഫ്റ്റി മെഷേഴ്സ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. അതേപോലെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സിൽ അല്ലെ, ലബോറട്ടറി കൂടാതെ തന്നെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സിൽ നമ്മൾ എന്താണ്, കൂടുതൽ ഇൻഡസ്ട്രിയൽ ഹൈജീൻസ് വരുന്ന പ്ലേസസ് ആണ്. അവിടെ റിസ്കുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള പ്ലേസസ് ആരാണ് ഇവരെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് ശേഷം ഇതിന്റെ ബെനഫിറ്റ് എന്താണ്? ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനഫിറ്റ് എന്താണ്? ഇൻഡസ്ട്രിയൽ ഹൈജീനിസ്റ്റുകൾ ഈ എൻവയോൺമെന്റ് മോണിറ്റർ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം?
എന്തൊക്കെയായിരിക്കും? സേഫ്റ്റി ഉറപ്പുവരുത്താൻ സാധിക്കും അല്ലെ, സേഫ്റ്റി ഉറപ്പുവരുത്താൻ സാധിക്കും. പിന്നെ ഇംപ്രൂവ്ഡ് വർക്കേഴ്സ് ഹെൽത്ത് അല്ലെ, ഹെൽത്ത് സ്റ്റാഫുകളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലെ. അത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, ഇംപ്രൂവ്ഡ് വർക്കർ ഹെൽത്ത്. പിന്നെ എന്താണ്? ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. അപ്പൊ അതിലൂടെ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ടും സാധിക്കുന്നു. നല്ലൊരു ഹെൽത്ത് കണ്ടീഷനിലൂടെ ആണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു എൻവയോൺമെന്റൽ കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അവിടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. യെസ്, അപ്പോൾ ഇൻഡസ്ട്രിയൽ ഹൈജീൻ കൊണ്ടുള്ള പ്രധാന ഗുണം എന്ന് പറയുന്നത് എന്താണ്? പ്രധാനമായിട്ടും റിസ്കുകൾ ഒഴിവാക്കാനും പറ്റും. അതോടൊപ്പം തന്നെ എന്താണ്? സ്റ്റാഫുകളുടെ ഹെൽത്ത് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ പ്രൊഡക്ടിവിറ്റി കൂടുതൽ വളരാനായിട്ടും സാധിക്കും. ഓക്കെ, അവിടെ വരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, ഇൻഡസ്ട്രിയൽ ഹൈജീനിസ്റ്റുകൾ ഏതൊക്കെ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടിട്ടാണ് വർക്കേഴ്സിന്റെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഒന്ന് എൻവയോൺമെന്റൽ മോണിറ്ററിംഗ് ആൻഡ് അനലറ്റിക്കൽ മെത്തേഡ്സ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എൻവയോൺമെന്റൽ മോണിറ്ററിംഗ് ആൻഡ് അനലറ്റിക്കൽ മെത്തേഡ്സ്. ഓക്കെ, അവിടെ വരെ ക്ലിയർ ആണോ പിള്ളേരെ? Yes. At the point, recognize and control hazard. Industrial hygienists recognize the engineering, work practice, and administrative controls as the primary means of reducing employees' exposure to occupation hazards. Engineering controls lower employee exposure by either reducing or removing the hazards at the source of isolating the worker from the hazardous. Okay. അപ്പൊ ഇനി ഇപ്പൊ നമ്മൾ ഹൈജീനിസ്റ്റുകൾ എന്താണ് കണ്ടെത്തിയത്? അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നൊക്കെ കണ്ടെത്തി കഴിഞ്ഞു അല്ലെ. അപ്പൊ അതിനുശേഷം പിന്നെ എന്താ ചെയ്യേണ്ടത്? എന്തായിരിക്കും നടപ്പിലാക്കുന്നത് അവിടെ? കൺട്രോൾസ് recognize and control hazardous. Industrial hygienists recognize the engineering. അപ്പൊ ഹസാർഡസ് അപകടമായിട്ടുള്ള സിറ്റുവേഷൻസുകൾ അവർ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ റെക്കഗ്നൈസ് തിരിച്ചറിഞ്ഞു. ഇനിയിപ്പോ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? എന്തായിരിക്കും ചെയ്യുന്നത്? ഒരു വർക്ക് പ്ലേസിലാണ് സൊല്യൂഷൻ കണ്ടെത്തണം അല്ലെ. സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നല്ല വർക്ക് പ്രാക്ടീസും അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾസുകളും കൃത്യമായിട്ട് ചെയ്തിരിക്കണം അല്ലെ. അപ്പൊ അതായത് പ്രധാനമായിട്ടും എഞ്ചിനീയറിംഗ് പ്രാക്ടീസുകൾ അല്ലെ. അപ്പൊ വർക്ക് പ്ലേസുമായി ബന്ധപ്പെട്ട് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള കൺട്രോൾസ് നിയന്ത്രണം ഉണ്ടായിരിക്കണം. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾസും പ്രധാനമായിട്ടും അവിടെ ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾസ് വേണമെന്ന് പറയുന്നത്? That means of reducing employee exposure to occupation hazards. അതായത് ജോലി സംബന്ധമായിട്ട് വരുന്ന ഏതെങ്കിലും അപകട സാധ്യതകളിൽ നിന്നും എന്താണ് എംപ്ലോയീസിന്റെ എക്സ്പോഷർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭാഗങ്ങളിൽ നല്ല രീതിയിലുള്ള നിയന്ത്രണം ഉറപ്പാക്കേണ്ടതുണ്ട്. ഓക്കെ, യെസ്. അപ്പോ then engineering controls lower employees exposure by either reducing or removing the hazard at the source of isolating the worker from the hazards. അപ്പൊ ആ മേഖലകളിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമില്ല, എക്സ്പോഷർ കൂടിയുള്ള സ്ഥലങ്ങൾ എവിടെയാണെന്ന് വെച്ചാല് ആ പ്ലേസിൽ നിന്ന് എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യും? റിസ്ക് കൂടുതലുള്ള സ്ഥലത്ത് എംപ്ലോയീസിനെ നമ്മൾ അധികം നിർത്തോ? റിസ്ക് കൂടുതലുള്ള പ്ലേസസിൽ എന്താ ചെയ്യുന്നത്? നമ്മള് റിമൂവ് ചെയ്യും അല്ലെ. അതായത് ഇനിയൊരു അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് നമ്മള് ഇപ്പൊ കുറെ എംപ്ലോയീസ് ഉള്ള മേഖലകളായിരിക്കും. ആ എംപ്ലോയീസിനെ ഇപ്പൊ എണ്ണം കുറയ്ക്കും. ചിലപ്പോ ഇപ്പൊ 10 പേരുണ്ടെങ്കിൽ 10 പേര് നിൽക്കുന്നതാണ് അപകടമാണെങ്കിൽ 10 പേരിൽ ഒരു 5 പേര് ചിലപ്പോൾ മാറ്റുമായിരിക്കും അല്ലെ. അത്രയും പേരോട് നിൽക്കുന്ന ചിലപ്പോൾ അപകടം. അപ്പൊ എംപ്ലോയീസിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം ഹസാർഡസ് കുറയ്ക്കാനായിരിക്കുള്ളൂ ഇൻഡസ്ട്രിയൽ ഹൈജീനിസ്റ്റുകൾ പ്രധാനമായിട്ടും പ്രവർത്തിക്കും. ഓക്കെ, യെസ്. അങ്ങനെ ഐസൊലേറ്റ് ചെയ്യേണ്ട പ്രധാന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഹസാർഡസിൽ നിന്നും അത് റിമൂവ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ എന്താണ് എംപ്ലോയീസിന്റെ എണ്ണം കുറച്ചിട്ട് നമുക്ക് എന്താണ് സേഫ്റ്റി മെഷേഴ്സുകൾ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മള് എന്തൊക്കെയാണ് ഹസാർഡ്സുകൾ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് എന്താണ് നല്ല വർക്ക് പ്രാക്ടീസ് കൊടുക്കുകയും വേണം. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത്
എംപ്ലോയീസിന്റെ എക്സ്പോഷർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ഒക്യുപേഷൻ ഹസാർഡ്സിന്റെ എക്സ്പോഷർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾസുകൾ കൃത്യമായിട്ട് എടുക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ എന്താണ്, ലോവർ എംപ്ലോയീസിനെ, അതായത് കുറച്ച് എംപ്ലോയീസിനെ നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്, അതായത് എക്സ്ട്രാ കെയർ കൊടുക്കേണ്ട സ്ഥലങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഹസാർഡ്സ് ഉണ്ടാവാൻ പോകുന്ന സ്ഥലങ്ങൾ ഉണ്ടായിരിക്കാം. അത്തരം സിറ്റുവേഷൻസിൽ നിന്ന് എന്താണ് എഞ്ചിനീയേഴ്സ് കൃത്യമായിട്ട് അവരെ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അവിടെ ലോവർ എംപ്ലോയീസിന്റെ എക്സ്പോഷർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ പേരെ നമ്മൾ എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, യെസ്. നിങ്ങൾ ഈ ഭാഗത്ത് പഠിക്കേണ്ടത് ഇൻഡസ്ട്രിയൽ ഹൈജീൻ എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക കേട്ടോ. ഇൻഡസ്ട്രിയൽ ഹൈജീൻ എന്താണ്? ഈ ഫസ്റ്റ് പാരഗ്രാഫിലെ 2 ലൈൻസ് കണ്ടോ? ഇൻഡസ്ട്രിയൽ ഹൈജീൻ ഇസ് ദ സയൻസ് ഓഫ് ആന്റിസിപ്പേറ്റിംഗ് തുടങ്ങി ഇഞ്ചറി ഓർ ഇൽനസ് അവിടെ വരെ പഠിക്കണം. ഓക്കെ, കണ്ടോ ഈ 2 ലൈൻസ്? ഓക്കെ, അത് മാത്രം ഇൻഡസ്ട്രിയൽ ഹൈജീൻ എന്താണെന്ന് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ബാക്കി ഇതൊന്നും വരുന്നില്ല ക്വസ്റ്റ്യൻസിൽ. അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. യെസ്, ഇൻഡസ്ട്രിയൽ ഹൈജീൻ എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇൻഡസ്ട്രിയൽ ഹൈജീൻ എന്താണെന്ന്? യെസ്, ഇതിനെ പറയുന്ന മറ്റൊരു പേര് എന്താണ്? ഇൻഡസ്ട്രിയൽ ഹൈജീനെ നമ്മൾ പറയുന്ന മറ്റൊരു പേര് ഒക്യുപേഷണൽ ഹൈജീൻ. ഓക്കെ, ഒക്യുപേഷണൽ ഹൈജീൻ. ഇൻഡസ്ട്രിയൽ ഹൈജീനിലൂടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? എന്താണ് ഇൻഡസ്ട്രിയൽ ഹൈജീൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? യെസ്, സേഫ്റ്റി ഓഫ് വർക്കേഴ്സ് ആണ് അല്ലെ? വളരെ ചുരുക്കത്തിൽ നമുക്ക് പറയാം സേഫ്റ്റി ഓഫ് വർക്കേഴ്സ്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റെഡ്യൂസിങ് ഹസാർഡ്സുകൾ കുറയ്ക്കുക, അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻഡസ്ട്രി ഹൈജീൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാരാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുന്നത്? ആരാണ്? ഇൻഡസ്ട്രിയൽ ഹൈജീനിസ്റ്റുകളാണ്. ഓക്കെ, യെസ്. 2 രീതിയിലുള്ള മെത്തേഡ്സുകൾ ഉപയോഗിച്ചിട്ടാണ് അവര് പ്രധാനമായിട്ടും പ്രോബ്ലംസ് കണ്ടെത്തുന്നത്. ഒന്ന് എൻവയോൺമെന്റൽ മോണിറ്ററിംഗ് ആൻഡ് അനലറ്റിക്കൽ മെത്തേഡ്സ്. ഓക്കെ, then നെക്സ്റ്റ് വരുന്നത് എഞ്ചിനീയറിംഗ് കൺട്രോൾ. Engineering control. Enclosing work process of confining work operation, installing general and local ventilation systems and periodic maintenance of equipments. ഇനിയിപ്പോ നമ്മൾ ആ ഒരു സ്ഥാപനമായി അല്ലെങ്കിൽ ആ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടവരിൽ അപകടകരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കുന്നതിനുമായിട്ട് നമ്മൾ ബിൽഡിംഗ് റിലേറ്റഡ് ആയിട്ട് എഞ്ചിനീയേഴ്സ് ആയിരിക്കും അതിൽ നിയന്ത്രിക്കാനുള്ള ഒരു പ്രവർത്തനം കൈകാര്യം ചെയ്യുക അല്ലെ. പ്രധാനമായിട്ടും നമുക്ക് എഞ്ചിനീയറിംഗ് കൺട്രോളിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും? ഹസാർഡ്സ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എഞ്ചിനീയർ എന്തൊക്കെ കാര്യങ്ങൾ ആ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാൻ സാധിക്കും? പുതിയ സിസ്റ്റംസ് ഒക്കെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിനായിട്ട്. അതായത് ഒന്നില്ലെങ്കിൽ ജോലി പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തിയോ അല്ലെങ്കിൽ ജോലി പ്രവർത്തനങ്ങൾ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് പരിമിതപ്പെടുത്തുക. അതായത് ഒരുപാട് സ്റ്റാഫുകൾ ഒരുമിച്ച് കൊണ്ട് പ്രവർത്തിപ്പിക്കാതിരിക്കുക. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവേണ്ട സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ പ്രോസസ്സുകൾ കുറയ്ക്കും. ഒന്നില്ലെങ്കിൽ ആളുകളുടെ എണ്ണം കുറയ്ക്കുക, അല്ലെങ്കിൽ പ്രോസസ്സുകൾ കുറയ്ക്കും. അതോടൊപ്പം തന്നെ എന്താണ് ഇൻസ്റ്റാൾ ജനറൽ ആൻഡ് ലോക്കൽ വെന്റിലേഷൻ സിസ്റ്റം. എന്താണ് ജനറൽ ആൻഡ് ലോക്കൽ വെന്റിലേഷൻ സിസ്റ്റംസ് എന്ന് പറയുന്നത്? അതിനകത്ത് ബിൽഡിങ്സിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു ജനറൽ ആയെങ്കിലും അല്ലെങ്കിൽ ലോക്കൽ ആയിട്ടുള്ള ഒരു വെന്റിലേഷൻ സിസ്റ്റംസ് അല്ലെ വെന്റിലേഷൻ സൗകര്യം അതിനകത്ത് ഉണ്ടായിരിക്കണം അല്ലെ. എന്തെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൃത്യമായിട്ടുള്ള വെന്റിലേഷൻ സിസ്റ്റംസ് സ്ഥാപിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണിത് പീരിയോഡിക് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ്. അതിനകത്തുള്ള എക്യുപ്മെന്റ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് റിപ്പയർ ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക. അത് മാത്രമാണ് പ്രധാനമായിട്ടും എഞ്ചിനീയറിംഗ് ഭാഗത്ത് നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള. അതായത് ഒരു ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട്
പ്രധാനമായിട്ട് കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ? കൃത്യമായ വെന്റിലേഷൻ ഉണ്ടായിരിക്കണം അല്ലെ? അതിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ ചുരുക്കുക, ഈ പ്രോസസ്സ് കുറക്കുക, അല്ലെങ്കിൽ ആളുകളുടെ എണ്ണം കുറച്ചുകൊണ്ട് നമുക്ക് പരിമിതപ്പെടുത്തിക്കൊണ്ടൊക്കെ നമുക്ക് വർക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? ഒരേ സമയം ഒരുപാട് പേര് പ്രവർത്തിച്ചാലും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ എന്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഷിഫ്റ്റിംഗ് സംവിധാനങ്ങൾ അല്ലെ? ഷിഫ്റ്റിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന കാരണം അത് തന്നെയാണ്. ഏത് സമയം ഒന്നിലധികം പേര് വർക്ക് ചെയ്താലും ബുദ്ധിമുട്ടാണ് അല്ലെ? യെസ്. അപ്പോൾ പ്രധാനമായിട്ടും എന്തൊക്കെ ചെയ്യേണ്ടി വരുന്ന വെച്ചാൽ ജനറൽ ആൻഡ് ലോക്കൽ വെന്റിലേഷൻ സിസ്റ്റം ആൻഡ് പീരിയോഡിക് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ജനറൽ ലോക്കൽ വെന്റിലേഷൻ സൗകര്യങ്ങൾ സ്ഥാപിക്കുക. അതോടൊപ്പം തന്നെ എന്താണ്, എന്തെങ്കിലും എക്യുപ്മെന്റ്സുകൾ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ അതിനെ പീരിയോഡിക് ആയിട്ട് തന്നെ നമ്മൾ മെയിൻ്റനൻസ് നടത്തുക. അതുവഴി നമുക്ക് ഒരു വിധത്തിലുള്ള അപകടങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായോ എഞ്ചിനീയറിംഗ് കൺട്രോൾ എന്താണെന്ന്? യെസ്. ഓക്കെ, FM സോഫ്റ്റ്വെയർ എന്തൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? FM സോഫ്റ്റ്വെയർ പറയൂ. ഫെസിലിറ്റീസ്, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ്? Major equipments, machines, then an asset in the hospital infrastructure are monitored through this FM software. And then resource availability നമ്മൾ ട്രാക്ക് ചെയ്യും അല്ലെ? റിസോഴ്സിന്റെ അവൈലബിലിറ്റി കൂടി നമ്മൾ FM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇനി വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഫെസിലിറ്റി മാനേജ്മെന്റ്? ഫങ്ഷൻസ് ഏതൊക്കെയാണ്? Maintaining and optimizing facilities, integrating technology, managing projects, streamlining process, supporting people. Okay. Yes. ഏതൊക്കെ പേഴ്സൺസ് ആണ് സേഫ്റ്റി ഫെസിലിറ്റികളിൽ ഉൾപ്പെടുന്നത്? Director, risk manager, human resource executive, engineer, security in charge. security in sales. Okay. Yes. What is industrial hygiene? It's a science. Like industrial hygiene is a science. Okay. എന്ത് കാര്യങ്ങളാണ് അതിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ ഹൈജീനില്? Risk, staff safety. Yes. Controlling workplace conditions that may cases workers injury or illness. Okay. ഇൻഡസ്ട്രിയൽ ഹൈജീനിസ്റ്റുകള് യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സുകൾ എന്തൊക്കെയാണ്? ഇൻഡസ്ട്രിയൽ ഹൈജീനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് Environmental monitoring and analytical methods. Okay, very good. Okay, thank you. Thank you, ma'am. Fifth chapter എടുത്തു തുടങ്ങിയല്ലോ. Fifth chapter ഇത് കഴിഞ്ഞായിരുന്നോ? ഫിഫ്ത് ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. H11 സ്റ്റുഡൻസ് ഉണ്ടോ ക്ലാസ്സിലുണ്ടോ?